ഹായ് ഹലോ ഡിയോസ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എപ്പോഴത്തെയും പോലെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. One day, Dickie the dog was on his way home holding a bone in his mouth. ഒരു ദിവസം ഡിക്കി എന്ന് പറയുന്ന ഒരു നായക്കുട്ടി അതിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു കേട്ടോ. അതിൻ്റെ വായിൽ എന്തുണ്ട്? ഒരു എല്ല് കഷ്ണം ഉണ്ട്. ഹി ഹാഡ് ടു ക്രോസ് എ റിവർ. അതിന് ഒരു റിവർ ക്രോസ് ചെയ്യണം, പുഴ കടക്കണം. ഹി സ്റ്റെപ്പ്ഡ് ഓൺ ടു ദ ബ്രിഡ്ജ്. ഹി ലുക്ക്ഡ് ഡൗൺ ഇൻ ടു ദ വാട്ടർ ആൻഡ് സോ ഹിസ് ഓൺ റിഫ്ലക്ഷൻ. ഇതെന്ത് ചെയ്തു? പാലത്തിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ താഴേക്ക് വെള്ളത്തിലേക്ക് നോക്കി. എന്താ അവിടെ കണ്ടത്? അതിൻ്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ടു. ഹി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് അനദർ ഡോഗ് വിത്ത് അനദർ ബോൺ. നമ്മുടെ ഡിക്കി എന്ത് വിചാരിച്ചു? വേറൊരു നായ വേറൊരു എല്ല് പിടിച്ച് വെള്ളത്തിലിരിക്കുകയാണെന്നാണ് വിചാരിച്ചത്. ഡിക്കി ഗോട്ട് ആംഗ്രി. ഡിക്കിക്ക് ആകെ ദേഷ്യം വന്നു. ആൻഡ് ബാക്ക്ഡ് അറ്റ് ഇറ്റ്. അതിന് നേരെ കുരച്ചു. ആസ് ഹി ഓപ്പൺ ഹിസ് മൗത്ത് ദ ബോൺ ഡ്രോപ്ഡ് ഇൻ ടു ദ വാട്ടർ. കുരയ്ക്കാൻ വേണ്ടി വായ തുറന്നപ്പോൾ എന്താ സംഭവിച്ചേ? വായിൽ വെച്ചിരുന്ന എല്ല് താഴേക്ക് വീണു, പുഴയിലേക്ക് വീണു. നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇനി അതിൻ്റെ താഴെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാം കേട്ടോ. വാട്ട് വാസ് ഡിക്കി ഹോൾഡിങ് ഇൻ ഹിസ് മൗത്ത്? ഡിക്കിയുടെ വായിൽ എന്തായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്? എ ചിക്ക്, എ ബോൺ, എ ടോയ്. എന്തായിരുന്നു മക്കളെ? എ ബോൺ അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ ഹിസ് വേ ഡിക്കി ഹാഡ് ടു ക്രോസ് എ ഡാഷ്, റിവർ, ഫീൽഡ്, റോഡ്. എന്തായിരുന്നു ഡിക്കി ക്രോസ് ചെയ്യാനുണ്ടായിരുന്നത്? റിവർ ആയിരുന്നു അല്ലേ? അപ്പോൾ അവിടെ റിവർ എന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് ഡിക്കി സീ ഇൻ ദ വാട്ടർ? വെള്ളത്തിൽ ഡിക്കി എന്താ കണ്ടേ? എ ഫിഷ്, ഹിസ് ഓൺ റിഫ്ലക്ഷൻ, എ മൂവിങ് ബോട്ട്. ഒരു മീനിനെയാണ് കണ്ടത്, അതിൻ്റെ തന്നെ റിഫ്ലക്ഷനെയാണ് കണ്ടത്. ഒരു ഒഴുകുന്ന തോണിയെയാണ് കണ്ടത്. എന്തായിരുന്നു മക്കളെ? യെസ്, ഹിസ് ഓൺ റിഫ്ലക്ഷൻ. നമ്മുടെ ഡിക്കിയുടെ തന്നെ റിഫ്ലക്ഷൻ ആയിരുന്നു അല്ലേ കണ്ടിരുന്നത്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് ഫെൽ ഡൗൺ ഫ്രം ദ സ്റ്റോറി. വീണു, താഴേക്ക് വീണു എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് നമ്മുടെ സ്റ്റോറിയിലുണ്ട്. എന്താണത്? ബാർക്ക്ഡ്. ബാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുരക്ക അല്ലേ? ഡ്രോപ്ഡ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വീഴുക. ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ തുറക്കാം. ഏതാ മക്കളെ ഫെൽ ഡൗൺ എന്നുള്ള അർത്ഥം വരുന്ന വേർഡ്? ഡ്രോപ്ഡ് ആണല്ലേ. നെക്സ്റ്റ്, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്കൊരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുത്ത് നോക്കൂ. എന്ത് കൊടുക്കാം നമുക്ക്? യെസ്, ദ ഗ്രീഡി ഡോഗ് എന്ന് കൊടുക്കാം അല്ലേ? അത്യാഗ്രഹിയായ നായ. ഓക്കെ. ഇനി ആക്ടിവിറ്റി 2 നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ആണല്ലേ. നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. നോക്കൂ, എന്തെല്ലാമാണ് ആ പിക്ചറിൽ കാണുന്നത്? നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സീൻ ഓഫ് എ ഗ്രീൻ ഗാർഡൻ. ഒരു ഗ്രീൻ ഗാർഡൻ, പൂന്തോട്ടത്തിലുള്ള ഒരു സീനാണല്ലേ തന്നിട്ടുള്ളത്. ഇൻ ദ സെൻറ്റർ എ യങ് ബോയ് ഈസ് സിറ്റിംഗ് ഹാപ്പിലി എമംഗ് ദ ബുഷസ്. ചെടികൾക്കിടയിൽ ആര് നിൽക്കുന്നുണ്ട്? ഒരു ചെറിയൊരു ആൺകുട്ടി നിൽക്കുന്നുണ്ട്. ഹി ഹാസ് എ ഫ്രണ്ട്ലി പാരറ്റ് പേർച്ച്ഡ് ഓൺ ഹിസ് ഷോൾഡർ. അതിൻ്റെ ഷോൾഡറിൽ ആരുണ്ട്? ഒരു പാരറ്റ് ഉണ്ട്. ആൻഡ് ദേ ലുക്ക് ലൈക്ക് ഗ്രേറ്റ് ഫ്രണ്ട്സ്. അവരെ കണ്ടാൽ തന്നെ അറിയാം അവർ നല്ല സുഹൃത്തുക്കളാണെന്ന്. ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് ഡിഫറെൻറ്റ് ആനിമൽസ്. ഗാർഡനിൽ പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ട്. I can see butterflies fluttering near the pretty flowers and a small squirrel running on the grass. പൂമ്പാറ്റുകൾ പൂക്കളുടെ അടുത്ത് പറക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ അണ്ണാറക്കണ്ണൻ പുല്ലിലൂടെ ചാടുന്നതും കാണാം. There are many birds in the picture. ഈ പിക്ചറിൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. Some are sitting on the branches of a big mango tree. ചിലത് വലിയ മാങ്ങ മരത്തിൽ അതിൻ്റെ കൊമ്പിൽ ഇരിക്കുന്നുണ്ട്. While another is flying high in the sky. ചിലത് എന്തുണ്ട്? ആകാശത്തിലൂടെ പറക്കുന്നുണ്ട്. In the background there are tall mountains and many trees. ബാക്ക്ഗ്രൗണ്ടിൽ വലിയ വലിയ മലകളും മരങ്ങളൊക്കെ ഉണ്ട്. The mango tree is full of ripe mangoes hanging from its branches. മാംഗോ ട്രീയുടെ കൊമ്പിൽ നല്ല പഴുത്ത മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ദർ ഈസ് ഈവൻ എ സ്മോൾ കാറ്റ് റെസ്റ്റിംഗ് നിയർ ദ ഫ്ലവേഴ്സ് ആൻഡ് സം അതർ ആനിമൽസ് പ്ലേയിങ് ടുഗെദർ. അവിടെ ഒരു ചെറിയൊരു പൂച്ചക്കുട്ടി റെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ വേറെയും ഒരുപാട് ആനിമൽസ് അവിടെയുണ്ട്. എവറിഥിങ് ഇൻ ദ പിക്ചർ ലുക്സ് പീസ്ഫുൾ ആൻഡ് ഹാപ്പി.
ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് സന്തോഷവും അതുപോലെ പീസ് സമാധാനവുമാണ് തോന്നുന്നത്. ഷോയിങ് ഹൗ ഹ്യൂമൻസ് ആൻഡ് നാച്ചർ ക്യാൻ ലിവ് ടുഗെദർ ഇൻ ഹാർമോണി. മനുഷ്യർക്കും അതുപോലെ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളും ഒരുമയോടുകൂടി കഴിയുന്ന ഒരു പിക്ചറാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ. ആക്ടിവിറ്റി 3. ഇനി ആക്ടിവിറ്റി 3 നോക്കൂ. The young traveler opened a new grocery shop for the villagers, including fresh vegetables and fruits. Prepare an advertisement for the shop's opening. നമ്മുടെ സ്റ്റോൺ സൂപ്പിലെ യങ് ട്രാവലർ ആണ് കേട്ടോ. അത് അയാൾ എന്ത് ചെയ്തു, അവിടുത്തെ വില്ലേജേഴ്സിന് വേണ്ടി ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉള്ളൊരു ഗ്രോസറി ഷോപ്പ് പണിതു. അതിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ആഡാണ് നമ്മളോട് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. നോക്കൂ, ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. നോക്കൂ, ഗ്രാൻഡ് ഓപ്പണിംഗ് ദ ട്രാവലേഴ്സ് ട്രഷർ ഷോപ്പ്. ആദ്യൊരു ടേബിൾ വരയ്ക്കുക, എന്നിട്ടൊരു ഹെഡിങ് എഴുതാം ഗ്രാൻഡ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് നമ്മുടെ ട്രാവലറിൻ്റെ ഷോപ്പിൻ്റെ പേര്? ട്രാവലേഴ്സ് ട്രഷർ ഷോപ്പ്. Are you hungry for something fresh? Are you looking for a bit of magic? The young traveler is officially opening a new grocery shop right here in our village. നമ്മുടെ വില്ലേജിൽ യങ് ട്രാവലർ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രോസറി ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വാട്ട് വി ഓഫർ, എന്തൊക്കെയാണ് അതിലുണ്ടാവും? ക്രിസ്പ് ആൻഡ് സ്വീറ്റ് ഫ്രൂട്ട്സ് പിക്ക്ഡ് ഫ്രഷ് ഫ്രം അവർ ഓർക്കിഡ്സ്. നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ക്രഞ്ചി വെജിറ്റബിൾസ് സ്ട്രൈറ്റ് ഫ്രം ദ ഗാർഡൻ ടു യുവർ ബാസ്ക്കറ്റ്. നിങ്ങളുടെ ബാസ്ക്കറ്റിലേക്ക് ഗാർഡനിൽ നിന്ന് നേരെ കിട്ടുന്ന എന്തുണ്ടാവും? വെജിറ്റബിൾസ്. ഫ്രഷ് ആണല്ലോ എല്ലാം, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എഴുതണം കേട്ടോ. പിന്നെന്താ? സ്പെഷ്യൽ സൂപ്പ് സ്റ്റോൺസ്. സൂപ്പിലിടുന്ന സ്പെഷ്യൽ സ്റ്റോണുകൾ, കല്ലുകളുണ്ട്. ദ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഫോർ ദ മോസ്റ്റ് ഡെലീഷ്യസ് സൂപ്പ് യു ഹാവ് എവർ ടേസ്റ്റഡ്. വെൻ, എപ്പോഴാണ് ഓപ്പണിങ്? ദിസ് സാറ്റർഡേ, ഈ ശനിയാഴ്ച. വേർ, എവിടെ വെച്ചാണ്? ദ ബ്ലൂ ടെൻറ്റ് നിയർ ദ വില്ലേജ് സ്ക്വയർ. വില്ലേജ് സ്ക്വയറിനടുത്തുള്ള ബ്ലൂ ടെൻറ്റിൽ വെച്ച്. ഹെൽത്തി ഫുഡ് ഹാപ്പി വില്ലേജ്. ഹെൽത്തി ഫുഡ് ഉണ്ടെങ്കിൽ അവിടെ ഹാപ്പി ആയിട്ടുള്ള വില്ലേജ് ഉണ്ടാവുള്ളൂ. എവരി വൺ ഈസ് വെൽക്കം, കം ആൻഡ് ടേസ്റ്റ് ദ സ്റ്റോൺ സൂപ്പ്. എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ട് എല്ലാവരും സ്റ്റോൺ സൂപ്പ് ടേസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നുമല്ല പറയുന്നത്, ഇതാണൊരു മോഡൽ കേട്ടോ. മക്കൾക്ക് ചിലപ്പോൾ ഇനാഗുറേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുകൂടി മെൻഷൻ ചെയ്യണം കേട്ടോ. ഇനി ആക്ടിവിറ്റി 4 നോക്കൂ. ദ സൺ ഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ്. നമ്മുടെ സൂര്യൻ എന്തായി? നല്ല ചൂടോട് കൂടിയും നല്ല ശക്തമായിട്ടും ഷൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദ റെയിൻ ഡ്രോപ്സ് വേർ പുൾഡ് ഫ്രം എബോവ്. റെയിൻ ഡ്രോപ്പുകൾ, ഭൂമിയിലെത്തിയ റെയിൻ ഡ്രോപ്സ് മുകളിലേക്ക് തന്നെ പോകാൻ വേണ്ടി തുടങ്ങി. ദ ബിക്കേം വെരി സാഡ്. ആ മഴത്തുള്ളികൾ ഒരുപാട് സങ്കടപ്പെട്ടു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 റെയിൻ ഡ്രോപ്സ്. 2 റെയിൻ ഡ്രോപ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. റെയിൻ ഡ്രോപ്സ് 1. ഐ ഫീൽ സാഡ് ടു ലീവ് മൈ ന്യൂ ഫ്രണ്ട്സ്. എൻ്റെ പുതിയ കൂട്ടുകാരെ വിട്ടു പോയതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. റെയിൻ ഡ്രോപ്പ് 2 എന്താ പറഞ്ഞേ? യെസ്, ഐ ഓൾസോ ഫീൽ വെരി സാഡ്. എനിക്കും ഒരുപാട് സങ്കടമുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴാണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. നമ്മുടെ റെയിൻ ഡ്രോപ്സ് ഭൂമിയിലെത്തി, ഫാർമറിനെയും അതുപോലെ പീക്കോക്ക് എല്ലാത്തിനെയും സന്തോഷമായില്ലേ. അപ്പോൾ അവസാനം സൂര്യൻ നന്നായിട്ട് ഉദിച്ചപ്പോൾ ഭൂമിയിലെത്തിയ റെയിൻ ഡ്രോപ്സ് മുകളിലേക്ക് തന്നെ പോയി. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാം. എനിക്ക് സങ്കടമായി, ഇനി എന്നാണ് ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. റെയിൻ ഡ്രോപ്പ് 1, വി ഹാഡ് സോ മച്ച് ഫൺ. ഞങ്ങൾക്ക് ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. റെയിൻ ഡ്രോപ്പ് 2, ഹേ ഡോണ്ട് ക്രൈ, വി ഹാവ് ബ്രോഡ് ജോയ് ടു മെനി. ലുക്ക് ദ ഫാമർ ഈസ് ഹാപ്പി, ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗെയിൻ ബിക്കോസ് ഓഫ് അസ്. നോക്ക്, നമ്മൾ ഒരുപാട് പേർക്ക് സന്തോഷം നൽകിയിട്ടുണ്ട്. ആ ഫാർമറിനെ നോക്ക്, നമ്മൾ കാരണം അദ്ദേഹത്തിൻ്റെ പാടം ഒരിക്കൽ കൂടി ഗ്രീൻ ആയിട്ടുണ്ട് അല്ലേ. റെയിൻ ഡ്രോപ്പ് 1, യെസ് ദാറ്റ്സ് റൈറ്റ്, ദ പ്ലാന്റ്സ്, ദ പാഡി, ദ റിവർ ഓൾ ലുക്ക് ഗ്രേറ്റ്. അത് ശരിയാണ്, പാടവും അതുപോലെ പ്ലാന്റ്സും റിവറും എല്ലാം ഇപ്പോൾ സന്തോഷത്തിലാണ്. റെയിൻ ഡ്രോപ്പ് 2, ലെറ്റ്സ് ഗോ ബാക്ക് ടു എർത്ത് അഗെയിൻ. നമുക്ക് വീണ്ടും എർത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. റെയിൻ ഡ്രോപ്പ് 1, വെൻ ഷോൾ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ. നമ്മളിനി എപ്പോഴാണ് നമ്മളെ ഫ്രണ്ട്സിനെ കാണുക? റെയിൻ ഡ്രോപ്പ് 2,
സൂൺ ദ വിൻഡ് വിൽ ബ്ലോ അഗൈൻ. താമസിയാതെ തന്നെ കാറ്റ് വീണ്ടും വീശി തുടങ്ങും. വി വിൽ ഹാവ് ന്യൂ അഡ്വഞ്ചേഴ്സ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റെയിൻ അഗെയിൻ. വീണ്ടും മഴ പെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ അഡ്വഞ്ചേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു കോൺവെർസേഷനാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ഇനി ആക്ടിവിറ്റി 5 നോക്കൂ. എഡിറ്റ് ദ പാരഗ്രാഫ് യൂസിങ് ഹാസ് ആൻഡ് ഹാവ്. ഹാസും ഹാവ് ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഐ ഡാഷ് എ ബിഗ് ഫാമിലി. അവിടെ എന്തായിരിക്കും മക്കളെ? എനിക്ക് എന്നുണ്ടാവുമ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ വരുന്നത്? ഐ ഹാവ് എ ബിഗ് ഫാമിലി അല്ലേ? ഹാവ് ആണ് വരുന്നത് കേട്ടോ. വി ഡാഷ് എ സ്മോൾ ഹൗസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഞങ്ങൾക്ക് വി എന്ന് വരുമ്പോൾ അവിടെ എന്തായിരിക്കും വരിക? വി ഹാവ് എ സ്മോൾ ഹൗസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ അല്ലേ? മൈ ബ്രദർ ഡാഷ് എ റെഡ് ബൈസിക്കിൾ. എൻ്റെ ചേട്ടന് ഒരു ബൈസിക്കിൾ ഉണ്ട്. അവിടെ എന്താണ്? ബ്രദർ, സിസ്റ്റർ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? മൈ ബ്രദർ ഹാസ് എ റെഡ് ബൈസിക്കിൾ ബട്ട് ഐ ഡാഷ് എ ബ്ലൂ വൺ. പക്ഷേ എനിക്ക് ഒരു ബ്ലൂ ആണുള്ളത്. എനിക്ക്, ഞാൻ, ഐ എന്ന് വരുമ്പോൾ അവിടെ എന്താ വരിക? ഹാവ് അല്ലേ? നെക്സ്റ്റ് വി ഡാഷ് 2 പെറ്റ് കാറ്റ്സ്. ഞങ്ങൾക്ക് 2 പെറ്റ് കാറ്റ്സുകളുണ്ട്. വി ഹാവ് 2 പെറ്റ് കാറ്റ്സ്. 1 കാറ്റ്, ഒരു പൂച്ചക്കുട്ടിക്ക് എങ്ങനെയാണ്? വൈറ്റ് ടെയിൽ ആണുള്ളത്. ഹാസ് വൈറ്റ് ടെയിൽ ആൻഡ് ദ അതർ ഹാസ് ബ്ലാക്ക് സ്പോട്ട്സ്. മൈ മദർ, എൻ്റെ അമ്മയ്ക്ക് ഹാസ് എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. ദേ, അവർ, ദേ എന്ന് വരുമ്പോൾ ഹാവ് എ വെരി സ്വീറ്റ് സ്മെൽ. വി ഹാവ് എ ഹാപ്പി ലൈഫ് ടുഗെദർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഐ, ദേ, വി, യു ഇതെല്ലാം വരികയാണെങ്കിൽ അവിടെ ഹാവ് ആയിരിക്കും. മറ്റുള്ളതൊക്കെ ഹാസ് ആയിരിക്കും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്